അതുകൊണ്ട് നീ ബിദ്അത്തുകൾക്കെതിരിൽ സംസാരിക്കുന്നുണ്ടോ, ഇമാമിങ്ങളുടെ വഴിയിലാണ്, മുൻഗാമികളുടെ മാർഗത്തിലാണ്. അതിലൊരു അപമാനവും തോന്നേണ്ടതില്ല, ഒരു അപകർഷതാബോധവും തോന്നേണ്ടതില്ല, മറിച്ച് അഭിമാനം തോന്നുക. ആ വഴിയിലാണ് എന്നതിൽ അഭിമാനിക്കുക. ഇത്രയും മുൻഗാമിയായ ഇമാം അബൂ ദാവൂദിൻ്റെ മകനായ മറ്റൊരു ഇമാമാണ് ഈ പറയുന്നത്, വലാ തകു ബിദ്അയ്യൻ, ബിദ്അത്തുകാരനാകരുത്, ലഅല്ലക തുഫ്ലിഹു, വിജയിക്കാം. അതുകൊണ്ട് ബിദ്അത്തുകൾക്കെതിരിൽ സംസാരിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനാണ്, സഹാബത്തിൻ്റെ മാർഗത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് ബിദ്അത്തിനെതിരിൽ താക്കീത് പറഞ്ഞത്? നബിയുടെ ഖുത്ബത്തുൽ ഹാജ, പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ പറയുന്ന വാക്കാണെന്ത്? ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വസിയത്തുകളിൽ ഒന്നിൽ ഉള്ളതെന്താണ്? വയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടായതിന് അങ്ങനെയുള്ള കാര്യങ്ങളെ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ.